ഞാൻ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ടെൻഷനാവും. അത് ഞാൻ പഠിച്ചത് എൻ്റെ സീനിയേഴ്സിന് കയ്യിൽ നിന്നാണ്. ഇപ്പം അമ്പിളിച്ചേൻ്റെ കൂടെയോ ഇന്നസെൻ്റിൻ്റെ കൂടെയോ എൻ്റെ ഏത് ആർട്ടിസ്റ്റുകളാണെങ്കിലും കൂടെ നിൽക്കുമ്പോൾ അവരുടെ ടൈമിങ്ങിന് സാധനങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ അവർ നമുക്ക് അത് ടെൻഷൻ. ദൈവമേ ഞാൻ അവരുടെ ഒപ്പം എത്താൻ പറ്റുമോ അതിനകത്ത് ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്താഗ്രഹിച്ചു അത് ഞാൻ റാഫിയോട് പറഞ്ഞു. റാഫി ഭായി അത് കറക്റ്റായിട്ട് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് എനിക്ക് ജോജുവിൻ്റെ ക്യാരക്ടർ ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ അതിൽ നന്നായി പെർഫോം ചെയ്തു. അതുപോലെ ഓരോ ആൾക്കാരും സിദ്ദിഖ നമ്മൾ സിനിമ കാണുന്ന എല്ലാവരും സിദ്ദിഖ ഗംഭീരമായി. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖൊക്കെ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് അവർ ഹീറോ ആയിട്ട് കളിച്ച ആൾക്കാരാണ്. ഇന്നിപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി ചെയ്യുന്ന ആളുകളില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ലെജൻസുകളൊക്കെ പോയി. ഇപ്പം നമ്മൾ എന്നിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എടാ അത് കുഴപ്പമാകൂടാ അതൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളി ഇല്ലൊക്കെ. പക്ഷെ തിയേറ്ററിൽ ഇപ്പം ബാലം വക്കീലിലും ഇതുപോലെ തന്നെ സിദ്ദിഖ നീയൊക്കെ കൂടി എന്നെ കോമഡിയാക്കോടാ ചോദിച്ചിട്ട് നമുക്ക് കോമഡിയിൽ അത്ര ടൈമിങ്ങുള്ള ആൾക്കാരാണ് അവരൊക്കെ. അപ്പം അവരെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ അതിൽ കൊച്ചു വേഷം ചെയ്ത ആൾക്കാർ വരെ നന്നാവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ജോണി എന്നെ വെച്ച് അറിയാലോ. CID മൂസ തുടങ്ങിയിട്ടുള്ള ഞങ്ങൾ തമ്മിൽ സിനിമ മീൻസ് ഞാൻ അഭിനയിക്കുന്നതിന് മുമ്പും ജോണി സംവിധായകൻ ആകുന്നതിന് മുമ്പുള്ള ബന്ധം ഞങ്ങളൊക്കെ ഈ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ലോകമുണ്ട് കോടമ്പക്കത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള യാത്രയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. അപ്പോൾ അവരൊക്കെ നേരത്തെ അറിയാം. ജോണി അതിനുശേഷം ആക്സിഡൻ്റലി എന്ന് പറയാൻ പറ്റൂല, കോവിഡ് കാലഘട്ടത്തിൽ വന്ന ഒരു ആക്ടറാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോഴാണ് എല്ലാ നല്ല പടം വെച്ചാൽ അവന് കിട്ടിയ എല്ലാം നല്ല വേഷങ്ങളാണ്. അതിന് ടൈം കാരണം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് ജോണി എല്ലാ വേഷങ്ങളും. നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞു നീ അത് കലക്കിയിട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ എൻജോയ്. എന്ത് നല്ലത് ആര് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ നമ്പേഴ്സ് എവിടെയെങ്കിലും തപ്പിയെടുത്തിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. കാരണം അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കോ ആർട്ടിസ്റ്റുകൾ അതിന് പെർഫോം ചെയ്യുക. അങ്ങനെ ദിലീപേട്ടൻ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ളത് ആരായിരിക്കും? ഞാൻ എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ ടോവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു 2018 കഴിഞ്ഞിട്ട്. അതിലൊരുവിധ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഇത് ജൂഡ് പിന്നെ ഉണ്ണി മലയപ്പുറം ഞാൻ കാണുന്ന പടങ്ങളിലെ ആൾക്കാർ എനിക്ക് ആരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ അപ്പം കണ്ടപ്പോഴാണ് ഞാൻ അലൻസിയറായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നത്. കാരണം ഭയങ്കര ഒരു കട്ടിൽ കിടന്നിട്ടാണ് പെർഫോം ചെയ്യണത്. അത് എത്ര തരത്തിലാണ് പുള്ളി അയാളുടെ ഇമോഷനും അയാളുടെ ഫ്രസ്ട്രേഷനും എല്ലാം കളിച്ചിട്ട് അയാളുടെ എന്താ പറയുക സാഡിസവും എല്ലാം. ഞാൻ പറഞ്ഞു നിങ്ങളൊരു വേറെ ലെവലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പോൾ ചേച്ചി, അനന്യ, സണ്ണി എല്ലാവരും പിന്നെ പുതിയതായിട്ടൊരു കുട്ടി വന്നത്. അപ്പം ഏത് സിനിമ എടുക്കുമ്പോഴും ആ സിനിമയിൽ എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഇപ്പം 2 കൺട്രീസ് ഇഷ്ടം അങ്ങനത്തെ ഓരോ സിനിമകൾ ഇപ്പം ഞങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വീണ്ടും അത് കാണുന്നു, ദിലീപേട്ടനെ കാണുന്നു, ചിരിക്കുന്നു. അങ്ങനെ ദിലീപേട്ടനെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള കോമഡികൾ തന്നിട്ടുള്ളത് ആരാണ്? അയ്യോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇത്രയും നാളുകൾക്കിടയിൽ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് എൻ്റെ സംവിധായകർ എൻ്റെ തിരക്കഥാകൃത്തുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ CBK തോമസ്, ഉദയകൃഷ്ണ CBK തോമസ് കൂട്ടുകെട്ടിൽ, റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിൽ, റാഫി ബായുടെ കൂടെ, ബെന്നിപ്പി നായരമ്പലം അവരുടെ സിനിമകളാണ് കൂടുതൽ. പിന്നെ എനിക്ക് ലോയി സാറിൻ്റെ സിനിമകൾ വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എല്ലാം എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ്. പിന്നെ ഫാസ്റ്റ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലെജൻസായ സംവിധായകരുടെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ, എനിക്ക് പ്രിയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ജോർജ് സാറ്, കമൽ സാറ്, സിബി സാറ് തുടങ്ങി അന്നത്തെ ടോപ്പ് ശശിയേട്ടൻ എല്ലാ ആൾക്കാരുടെ കൂടെയും എനിക്ക് തോന്നുന്നു ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ മാത്രമേ എനിക്ക് ആ ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ ഇതിൽ പോകാൻ പറ്റാത്തുള്ളൂ. ബാക്കി ഒരുവിധം ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ തിരക്കഥാകൃത്തുക്കൾ അവർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഉള്ള കഥാപാത്രങ്ങൾ അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല, വണ്ണമില്ല എന്ന് ഞാൻ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 6-6 അടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
തവിടുപൊടി പിന്നെ പണ്ടേ ഇവിടുന്ന് പോയിട്ട്, കാരണം ഞാൻ ചെയ്ത പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ, ഇപ്പൊ കുഞ്ഞുകൂനനോ കുഞ്ഞുകുനൻ. ചാന്തുപൊട്ടോ മായാമോഹിനിയോ അങ്ങനെ പച്ചക്കുതിര, നമ്മളെ ഇതൊന്നും പൊക്കത്തിന്റെ പേര് കാറ്റഗറൈസ് ചെയ്ത് മാറ്റി. എന്ന് വെച്ചാല് അതല്ല, ഒരു നോർമൽ ഇതിൽ നിന്ന് മാറുമ്പോൾ നമ്മള് ഇയാളെന്തേ കാണിക്കണേ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മള് പക്ഷെ അല്ലാത്തൊരു നോർമലായിട്ട് നമ്മുടെ പൊപ്പത്തിന് ഒരു നോർമൽ ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു നമ്മൾ കൺമുമ്പിൽ കാണുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ആദ്യമൊക്കെ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു, ഒരു 6 അടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാലക്കേനെ എന്നൊക്കെ ഒരു കാര്യമില്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി. പക്ഷെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അത് കാരണം കഥാകൃത്തുക്കൾക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി, അത് എനിക്ക് കിട്ടി, ദൈവാനുഗ്രഹം. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കാം. 2 ആൾക്കാരുടെ 2 സിനിമകളിലെ 2 പേരുകൾ വീതം പറയും. അപ്പൊ അതിൽ നിന്ന് ദിലീപേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളോ മാറ്റങ്ങളോ ഒക്കെ പറയാം. ഒരു മിനിറ്റ്, നേരത്തെ ചോദിച്ചത് ഇതില് സരസമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതാന്നൊക്കെ അല്ലേ? ഞാൻ ചെയ്തിട്ടുള്ള 99% കഥാപാത്രങ്ങൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ മാതാപിതാക്കളോടൊക്കെയാണ് ഇതിൽ ഏത് മക്കളെ നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കണ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ആദ്യം എന്നെ ചിരിപ്പിക്കാൻ പറ്റണം മറ്റാൾക്ക്, എന്നാലേ എനിക്ക് വേറെ ആളെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ്. ഇപ്പം ആദ്യമായിട്ട് ആ കഥ വായിക്കുമ്പോൾ ദിലീപായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്കത് ഒരു വേറെ ആളുടെ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമല്ലേ അത് പ്രേക്ഷകരിലേക്ക് വർക്കാവുള്ളൂ. ഞാൻ എൻ്റെ റൈറ്റർ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ കഥ കേട്ടിരിക്കുമ്പോൾ തമാശയാണെങ്കിൽ തമാശ ആവണം, ഞാൻ ചിരിക്കണം. ഞാൻ കഥയൊക്കെ ആയിരിക്കണത് എന്നാൽ പിന്നെ ചിരിപ്പിക്കും നിങ്ങളെന്നും പറഞ്ഞിട്ടാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുമായിട്ട് വരുമ്പോൾ എന്നാൽ പിന്നെ ചിരിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവരിയ്ക്കണേ ഓഡിയൻസ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ചിരിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ ചിരിക്കാൻ റെഡി എന്ന് വെച്ചാൽ അതിൽ കാര്യം ഉണ്ടാവണം. ഇപ്പൊ നേരത്തെ തന്നിരുന്ന ഒരു എന്താ പറയാ, നമുക്ക് തന്നിരുന്ന ഒരു എന്താണ് അതിന് കറക്റ്റ് വേർഡ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റിസപ്ഷൻ എന്താ വെച്ചാല് ഒരു പരിഗണന എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ എന്തെങ്കിലും തമാശ പറഞ്ഞാലും ആ പോട്ട് ചിരിച്ചു വിട്ടേക്കാം എന്ന് പറയാം. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് കൂടി, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവമേ ചിരിക്കണേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കരയിപ്പിക്കാൻ എളുപ്പാ, നമ്മുടെ പ്രാരബ്ധം പറഞ്ഞാൽ മതി. ചിലപ്പോൾ സങ്കടമായിട്ട് കരയും. ചിരിപ്പിക്കൽ വലിയ പണിയാ. അത് ചിരിപ്പിക്കുന്ന ആരാണെങ്കിലും, ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.